നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് പൊളിച്ചു. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അവൻ നന്മമരം കളിച്ച് നിന്റെ ദേവൂട്ടിയുടെ അടുത്ത് പോയി പാരവണിയില്ലല്ലോ. ഏയ് അതില്ല. ഇപ്പൊ അവന്റെ കാര്യം പറയുന്നതേ ദേവിച്ചേച്ചി കലിയ. പക്ഷേ ചേച്ചിക്ക് എന്തോ സംശയമുള്ളതുപോലെ. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, ഇന്ന് പതിവില്ലാത്ത വിധം കുറെ ഉപദേശിച്ചു. കേട്ടപ്പോ എനിക്കും എന്തോ വിഷമം പോലെ. വിഷമായോ? എന്തിന്? മച്ചു, നമ്മൾ കളിക്കുന്ന ഈ കളിയിൽ നോ സെന്റിമെന്റ്സ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ വേണ്ടവർക്ക് സ്റ്റഫും മറ്റു സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്താൽ നിന്റെ കയ്യിലേക്ക് ഒഴുകാൻ പോകുന്ന ക്യാഷിന് കണക്കുണ്ടാവില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നിനക്ക് ലക്ഷങ്ങളുണ്ടാക്കാം. ലക്ഷങ്ങൾ പിന്നെ കോടികളാവും. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ തന്നെ ഇരിക്കും. എന്നും ഇങ്ങനെ കണ്ടവരോടൊക്കെ 5ഉം 10ഉം തെണ്ടി നടന്നാൽ മതിയോടാ. ഈ പ്രായത്തിൽ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാടാ ജീവിതത്തിൽ നീ ഇതൊക്കെ ആസ്വദിക്കാൻ പോകുന്നേ? മൂക്കില് പല്ല് മുളച്ചിട്ടോ? ആവശ്യക്കാർക്ക് എങ്ങനെയാ സാധനം എത്തിക്കേണ്ടതെന്നും വിൽക്കേണ്ടതെന്നും നിനക്കിപ്പോ മനസ്സിലായില്ലേ? സൂക്ഷിച്ചും കണ്ടു നിന്നാ രക്ഷപ്പെടാൻ ഇതിലും നല്ല മാർഗം വേറെ ഇല്ല ബ്രോ. ഒറ്റ കിട്ടാതെ മാത്രം സൂക്ഷിച്ചാൽ മതി. കൈ നിറയെ കോരാൻ നമുക്ക്. എന്താ നിനക്കൊരു കൺഫ്യൂഷൻ പോലെ? അല്ല, ആ കിഷൻ അങ്ങനെ ചേച്ചിയോട്. ഓ അതോ? അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഒരിക്കൽ ചീറ്റിപ്പോയ പടക്കം വീണ്ടും എടുത്ത് പൊട്ടിച്ചു നോക്കാൻ അവൻ ശ്രമിക്കില്ല. അഥവാ ഇനി അവൻ അതിനൊന്ന് ശ്രമിച്ചാൽ തന്നെ അവൻ പറയുന്നൊന്നും നിന്റെ ദേവൂട്ടി വിശ്വസിക്കാൻ പോകുന്നില്ല. നാട്ടിൽ പോകുമ്പോ നീ നല്ല കുട്ടി ചമഞ്ഞ് നിന്നാ മതി. അപ്പോ അടുത്ത ഡീല് ഫിക്സ് ചെയ്യാലോ അല്ലേ? ഫിക്സ് ചെയ്തോളൂ. എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. തൽക്കാലം നീ ക്യാഷിന്റെ കാര്യം ഓർത്ത് ടെൻഷനാകാതെ. തൽക്കാലം നീ ഒരു ഷോട്ട് എടുക്ക്. അപ്പൊ നീ ഒന്ന് കൂളാവും. കമൺ മാൻ. ശ്രീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇവന്റെ കാര്യത്തിൽ താനെന്താ തീരുമാനിച്ചിരിക്കുന്നത്? സന്ദീപിന്റെ കല്യാണക്കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ ശ്യാമലിയുടെ ഫാമിലിയുമായിട്ട് ഒരു അലയൻസിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറെ കൊള്ളാവുന്ന പ്രപ്പോസൽസ് ഏതെങ്കിലും നോക്കാം. അന്ന് പറഞ്ഞ പോലെ നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിലോ മറ്റോ രജിസ്റ്റർ ചെയ്താലോ? വരട്ടെ. തൽക്കാലത്തേക്ക് ഇപ്പൊ ആലോചനകളൊന്നും വേണ്ട. കല്യാണം കുറച്ച് കഴിഞ്ഞിട്ട് മതി. കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ എത്ര നാളാ താൻ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ എങ്ങനെ പോയാലും 3-4 മാസം കഴിയട്ടെ. അത് കഴിഞ്ഞ് നോക്കിയാ മതിയെന്നാ പണിക്കര് സാറും പറഞ്ഞത്. മൂന്നാല് മാസം കഴിയുമ്പോൾ നിന്റെ മകൻ ജീവിച്ചിരിക്കില്ലല്ലോ ശ്രീകളെ. അപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ച മട്ടിൽ തന്നെ നടക്കും. നന്നായി. പണിക്കർ സാറ് പറഞ്ഞോ കല്യാണം 3-4 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്? പക്ഷേ ഇതേ പണിക്കർ സാറ് തന്നെയല്ലേ എത്രയും വേഗം ഇവനെ കല്യാണം കഴിപ്പിക്കണോന്ന് അന്ന് നമ്മളോട് പറഞ്ഞത്? അന്ന് അങ്ങനെ പറഞ്ഞത് ഇവന്റെ സമയം കൊള്ളായിരുന്നതുകൊണ്ട്. ഇപ്പൊ അത് നീട്ടിവെക്കാൻ പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ദേ ഇവൻ തന്നെയാ. ആ കാലദോഷം തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് ഇപ്പൊ സാറ് പറയാൻ കാരണം. എല്ലാരും കൂടി ഓരോന്ന് വരുത്തി വെച്ചിട്ട്
3 മാസത്തിനകം ഘോര പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ഒന്നും ഭയക്കാനില്ല. ഒക്കെ എന്റെയും ഡാഡിയുടെയും കൈപ്പിടിയിലാവും. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അമ്മേ, അത് അമ്മ എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ അമ്മയോട്... വേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അമ്മേ, ദേ ഇത് മൂകാംബിയെന്ന് പൂച്ചു കൊണ്ടുവന്ന ചരടാ. ഇത് കൈ കെട്ടിയ അമ്മയുടെ പേടിയും സങ്കടവും എല്ലാം മാറിക്കോടും. ആ, അവിടെ വെച്ചേക്ക്, ഞാൻ സൗകര്യം പോലെ കെട്ടാം. അല്ലമ്മേ, ഞാൻ കെട്ടിത്തരാം അമ്മയ്ക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അവിടെ വെച്ചിട്ട് പോവാൻ നോക്കിയേ. കുറച്ചു നേരം ഞാൻ തനിച്ചിരുന്നോട്ടെ. എന്തായി മോനെ, അവള് ചരട് കെട്ടാൻ സമ്മതിച്ചോ? ഇല്ല മുത്തശ്ശി, എന്നോട് അവിടെ വെച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ല, അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അകൽച്ച ഇപ്പോ നിന്നോട് മാത്രമല്ലല്ലോ, എന്നെ അവളിപ്പോ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കല്ലേ. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ശ്രീകല ഇപ്പോ തമ്പിയോടും വർഷയോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട്. അതിലെന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് മോനെ. ഏതായാലും എന്റെ മോൻ സൂക്ഷിക്കണം. ഏതു നേരവും സാക്ഷാൽ ദേവിയെ മുറുകെ പിടിച്ചോണം.